നമസ്കാരം. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പേര് കേരള എന്നതിൽ നിന്ന് കേരളം എന്നാക്കി മാറ്റാൻ ആയിരക്കണക്കിന് കോടികൾ ഒഴുക്കണോ? ഈ അടുത്ത കാലത്താണ് സംസ്ഥാനത്തിൻ്റെ പേര് ഔദ്യോഗികമായി കേരളം എന്നാക്കി മാറ്റാൻ കേന്ദ്ര മന്ത്രിസഭ തീരുമാനിച്ചത്. പ്രധാനമന്ത്രിയുടെ ഓഫീസ് സേവാതീർത്ത് എന്ന പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റിയതിനു ശേഷം നടന്ന ആദ്യ ക്യാബിനറ്റ് യോഗത്തിലാണ് ഈ തീരുമാനമുണ്ടായത്. സംസ്ഥാനത്തിൻ്റെ പേര് മാറ്റണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന നിയമസഭ പ്രമേയം പാസാക്കിയിരുന്നു. ചില സാങ്കേതിക കാരണങ്ങളാൽ പ്രമേയത്തിൽ ചില മാറ്റങ്ങൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ആവശ്യപ്പെട്ടതിനാൽ നടപടിക്രമങ്ങൾ നീണ്ടുപോവുകയായിരുന്നു. 2023 വീണ്ടും കേന്ദ്ര നിർദ്ദേശങ്ങൾ പാലിച്ച് സംസ്ഥാന നിയമസഭാ പ്രമേയം പാസാക്കി. ഇതിനിടയിൽ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന്റെ ഇടപെടൽ ഈ വിഷയത്തിലുണ്ടായി. അതിനുശേഷം നടപടികൾക്ക് വേഗം കൂടി. BJP സംസ്ഥാന അധ്യക്ഷന്റെ ഇടപെടലിന് നന്ദി അറിയിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്തെത്തിയിരുന്നു. ഒടുവിൽ പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിൽ തന്നെ ഇത് സംബന്ധിച്ച ബില്ല് അവതരിപ്പിക്കുമെന്നാണ് സൂചന. കേവലം ഒരക്ഷരത്തിന്റെ മാറ്റത്തിന് സംസ്ഥാനം ചെലവാക്കേണ്ടി വരുന്നത് കോടികളാണ്. ഇത് വെറുമൊരു അക്ഷരമാറ്റമല്ല. ഈ മാറ്റത്തിന് പിന്നിൽ സങ്കീർണമായ നിയമ നടപടികളും വൻ സാമ്പത്തിക ബാധ്യതകളും ഒളിഞ്ഞിരിപ്പുണ്ട്. ഇനി രാഷ്ട്രപതിയുടെ അനുമതിയും പാർലമെന്റിന്റെ അംഗീകാരവും ലഭിക്കുന്നതോടെ മാറ്റത്തിന്റെ ഔദ്യോഗിക വിളംബരം നടക്കും. ഒരു സംസ്ഥാനത്തിന്റെ പേര് മാറ്റുന്നത് എത്രത്തോളം ചെലവേറിയതാണെന്ന് അറിയാൻ ദക്ഷിണാഫ്രിക്കൻ ഭൗതിക സ്വത്തവകാശ അഭിഭാഷകൻ ഡാരൻ ഒലിവിയൻ വികസിപ്പിച്ചെടുത്ത ഒലിവിയൻ ഫോർമുല പരിശോധിച്ചാൽ മതി. അദ്ദേഹത്തിന്റെ അഭിപ്രായം അനുസരിച്ച് ഒരു വലിയ കോർപ്പറേറ്റ് സ്ഥാപനം അതിന്റെ വരുമാനത്തിന്റെ 0.6% റീബ്രാൻഡിങ്ങിനായി മാറ്റിവെക്കണമെന്നാണ്. 2025-26 സാമ്പത്തിക വർഷത്തിൽ കേരളത്തിന്റെ ഏകദേശ വരുമാനം 1.53 ലക്ഷം കോടി രൂപയാണെന്നുള്ളത് കണക്കിലെടുത്താൽ പേര് മാറ്റത്തിനായി മാത്രം ഏതാണ്ട് 920 കോടി രൂപയോളം കേരളം ചെലവാക്കുമെന്നാണ് സൂചന. 2006 ഉത്തരാഞ്ചൽ ഉത്തരാഖണ്ഡ് ആയപ്പോൾ 400 മുതൽ 500 കോടി രൂപ വരെ ചെലവായതായി പാർലമെന്റിൽ ചൂണ്ടിക്കാണിക്കപ്പെട്ടിരുന്നു. ഈ പേരുമാറ്റം കേവലം കടലാസിൽ ഒതുങ്ങുന്നതല്ല. സംസ്ഥാനത്തെ ഓരോ മുക്കിലും മൂലയിലും ഈ മാറ്റത്തിന്റെ സ്വാധീനമുണ്ടാകാം. ഒരു സംസ്ഥാനത്തിന്റെ പേര് മാറ്റുന്നതുമായി ബന്ധപ്പെട്ട സാധാരണ ചെലവുകളിൽ പുതിയ അടിസ്ഥാന സൗകര്യങ്ങൾക്കും സൈനേജുകൾക്കുമുള്ള ചെലവ് ഉൾപ്പെടുന്നു. സർക്കാർ സ്റ്റേഷനറി, ലെറ്റർ ഹെഡുകൾ, സീലുകൾ, ID കാർഡുകൾ എന്നിവ അപ്ഡേറ്റ് ചെയ്യണം. ഔദ്യോഗിക വെബ്സൈറ്റുകളും ആർക്കൈവുകളും പരിഷ്കരിക്കേണ്ടതുണ്ട്. റോഡുകൾ, ഹൈവേകൾ, റെയിൽവേ സ്റ്റേഷനുകൾ, വിമാനത്താവളങ്ങൾ, സർക്കാർ കെട്ടിടങ്ങൾ എന്നിവയിലെ സൈനേജുകൾ മാറ്റിസ്ഥാപിക്കുകയും വേണം. കൂടാതെ സ്വകാര്യ സ്ഥാപനങ്ങളിലും അവരുടെ രേഖകളിലും പാക്കേജിങ്ങിലും മാറ്റം വരുത്തേണ്ടി വരും. പഴയ പേരും പുതിയ പേരും ഒരുപോലെ ഉപയോഗിക്കാൻ കൃത്യമായ ഒരു പരിവർത്തന കാലയളവ് അനുവദിക്കുകയാണെങ്കിൽ വ്യക്തികൾക്ക് അധിക സാമ്പത്തിക ബാധ്യത ഉണ്ടാവില്ല. ഒഡീഷയുടെ പേര് മാറ്റിയപ്പോഴും ഈ രീതിയാണ് പിന്തുടർന്നത്. ഈ പ്രക്രിയ സാമ്പത്തികമായി ബാധ്യതയാണെങ്കിലും ചില മേഖലകളിൽ ഇത് ചെറിയ ഉണർവ് നൽകും. പ്രിന്റിംഗ് പ്രസ്സുകൾ, ബോർഡ് നിർമ്മാണ യൂണിറ്റുകൾ, നിർമ്മാണ മേഖലയിലെ തൊഴിലാളികൾ എന്നിവർക്ക് ഈ റീബ്രാൻഡിംഗ് കാലയളവിൽ കൂടുതൽ തൊഴിലവസരങ്ങൾ ലഭിക്കും. തുക എത്ര ചെലവ് വന്നാലും ഒരു സംസ്ഥാനം അതിൻ്റെ സാംസ്കാരികവും ഭാഷാപരവുമായ സ്വത്വം തിരിച്ചുപിടിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. വിദേശ അധിനിവേശം നമുക്ക് നൽകിയ അടയാളങ്ങൾ മാറ്റി സ്വയം പര്യാപ്തരാകുക എന്നതും ഈ പേരുമാറ്റത്തിന്റെ പിന്നിലുണ്ട്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.